ാനില്ല അയാൾ സ്വയം നന്നാവണം. അല്ലാണ്ട് അതിനകത്ത് നമ്മ ഉപദേശിക്കേണ്ട ആവശ്യമില്ല. എത്രയോ വയസ്സും പ്രായമുള്ള മനുഷ്യന് ആദ്യം അഹങ്കാരം വെടിയണം. അപ്പോളേ മറ്റുള്ളവർ പറയണത് കേൾക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ജനങ്ങളെ ഒരു പരിധിക്കും വെറുപ്പിക്കരുത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അയക്കണം, ആധിപത്യം ഉണ്ടാവണം. ഇത് ജനാധിപത്യം സ്വേച്ഛാധിപത്യമാണ് ഉള്ളി. കുറച്ചും കൂടെ ഒക്കെ നല്ലപോലെ ഭരിക്കാം. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അപ്പുറം ആള് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് മറ്റൊരാളെ കാണേണ്ട പോലത്തിലല്ല ഒരു രാഷ്ട്രീയത്തോടെ സംസാരിക്കുന്നത്. അങ്ങനെ കാര്യങ്ങളെ കുറയ്ക്കാം. കാരണം നമ്മൾ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ കേട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ വലിയ ആളാണ് എന്നുള്ള ഒരു സംസാരങ്ങൾ ശരിയല്ല. ഫസ്റ്റത്തെ 5 വർഷം നന്നായിരുന്നു, രണ്ടാമത്തെ 5 അത്ര പോരാ. ആസ് എ ഹ്യൂമൻ ബീയിങ് ഇനി വരരുതേ എന്നാണ് പ്രാർത്ഥന. പരിസ്ഥിതി നിലനിൽക്കുന്ന എൻ്റെ നാലിൻ്റെ ഒന്ന് പാവപ്പെട്ടവർ കൊടുത്തെങ്കിൽ ഒരു ഭക്ഷണമെങ്കിലും കഴിച്ചാൽ കുറച്ചുകൂടെ കൃത്യതയൊക്കെ ഭരണം അതാണെന്നുള്ളത്. ആദ്യകാലത്തെ 5 വർഷം നല്ല ഭരണ രീതിയൊക്കെ ആയിരുന്നു. പിന്നീടുള്ള 5 വർഷങ്ങളാണ് പരാതികളും പല പ്രശ്നങ്ങളും ഉണ്ടായത് രണ്ടാമത്തെ ഭരണത്തിലാണ്. ഒരു മനുഷ്യനില്ലാത്ത ദാക്ഷ്യ പുള്ളി, ആ ദാക്ഷ്യം ഒഴിവാക്കും, അത്രമാത്രം. എന്നാലേ പുള്ളി ഗതി പിടിക്കും. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഒരു സ്നേഹത്തോടെ പെരുമാറണം. നമ്മളാണ് അധികാരത്തിൽ കയറ്റിയത്, ജനങ്ങൾ വോട്ട് ചെയ്ത്. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ ജനങ്ങളോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണം. പക്ഷെ ഭരണം എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കാഴ്ചപ്പാട് വേണമെന്നുണ്ടെങ്കിൽ നല്ല മന്ത്രിമാര് വരണം. പുള്ളി ഒന്ന് മാറി തന്നാൽ മതി, വേറൊന്നും ചെയ്യണ്ട. യുവാക്കൾക്ക് അവസരം കൊടുക്കുക, നല്ല യുവാക്കൾക്ക് അവസരം കൊടുത്ത് മാറിയാൽ തന്നെ പാർട്ടി നന്നായിക്കോളും.